തൃശ്ശൂരിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പ്രദർശനമേള. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച കൂടെ 5.0 എന്ന പ്രദർശനമേള ശ്രദ്ധേയമാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികളിൽ കഴിവുകൾ വളർത്തിയെടുത്ത് പരിശീലനം നൽകി അവരെ സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൂടെ എന്ന പ്രദർശന വിപണനമേള കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘടിപ്പിക്കുന്നത്. മേളയിൽ വിവിധ സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച വസ്തുക്കളാണ് പ്രദർശിപ്പിക്കുന്നത്. കരകൗശല വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന കാർഡ്ബോർഡ് പെട്ടികൾ, കടലാസ്, ന്യൂസ് പേപ്പർ, തുണികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവ ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് പിന്നിൽ അധ്യാപകരുടെ പരിശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മുടെ ജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു സെയിൽ ഇവിടെ നടത്താറുണ്ട്. അതായത് സ്പെഷ്യൽ സ്കൂളുകൾ, BRCകൾ, ബഡ്സ് സ്കൂൾ, പിന്നെ മോഡൽ ഹോംസ്, ഓൾഡ് ഏജ് ഹോമുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഇതിൽ പങ്കെടുക്കാറ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളിത് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു ചെറിയ പേപ്പർ പെൻ മുതൽ, ഇപ്പോൾ ഒരു 3 ദിവസം എടുക്കും ഒരു ഭിന്നശേഷി കുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പേപ്പർ പെൻ മുതൽ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ചെറിയ ഡോള്, അങ്ങനെ എന്തെങ്കിലും എടുത്ത് അവരുണ്ടാക്കുന്ന ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ചെറിയ ഓർണമെൻറ്റ്സ്, അവരുണ്ടാക്കുന്ന ഫുഡ് പ്രൊഡക്ട്സ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ കൂടെ വെച്ച് നമ്മളൊരു 2 ഡേയ്സ് ഒരു സെയിൽ നടത്തും. അപ്പോൾ ഒരു 20 to 25 സ്ഥാപനങ്ങൾ എല്ലാ വർഷത്തിലും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർഷം ഇത് ചെയ്യുമ്പോഴും ഇനി എന്നാണ് അടുത്ത കൂടെ എന്നാണ് എന്ന് ചോദിച്ചിട്ടാണ് ഓരോരുത്തരും ഇവിടെ വരാറ്. കളക്ടറേറ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മിതമായ നിരക്കിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വസ്തുക്കളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വാങ്ങാനും പ്രദർശനമേള സന്ദർശിക്കാനും നിരവധി ആളുകളാണ് എത്തുന്നത്. കൈരളി ന്യൂസ്, തൃശ്ശൂർ.